എത്തൻ ഭക്തനായി മാറി. എത്തൻ ദൈവത്തിന്റെ രാജകുമാരനായി മാറി. അവന്റെ അതിരുകൾ ദൈവം വിശാലമാക്കി കൊടുത്ത് അവനാണ് ഈ ഭൂമിയിൽ നമ്പർ 1 ബലവാനായി ഇന്നും നിൽക്കുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. യാക്കോബിന്റെ അതിര് വിശാലമാക്കിയവൻ, എലിശയുടെ അതിര് വിശാലമാക്കിയവൻ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് അനുഭവിക്കാത്ത കഷ്ടതയാണോ, നെരുക്കമാണോ, പ്രതികൂലമാണോ? വേദപുസ്തകം സ്വന്തം അപ്പന് പോലും ഇവനൊരു ആട്ടിടയൻ എന്നുള്ള പേര് മാറ്റി ഇവനൊരു പ്രിൻസ്, രാജകുമാരൻ എന്ന് കാണാൻ പ്രസവിച്ച അപ്പന് പോലും മനസ്സിലായിരുന്നു. അത്ര അല്പനാക്കപ്പെട്ട ദാവീദ്. ആമേൻ. അവന്റെ അതിരിനെ ദൈവം മാറ്റിയില്ലേ? നിന്നെയും എന്നെയും വെറുതെ വിടുമോ? നിന്നെയും എന്നെയും വെറുതെ വിടുമോ? ആമേൻ, ആമേൻ, ആമേൻ. അവൻ വെറും ഒരു ആട്ടിടയൻ. അപ്പന്റെ മുമ്പിൽ ദാവീദ് ഒരു ആട്ടിടയൻ. രാജാവാകുവാൻ യോഗ്യനെന്ന് അപ്പൻ പോലും സമ്മതിച്ചില്ല. അണ്ണനോ ഏലിയാബ് 8 പേരിൽ മൂത്തവൻ. ഇവൻ പോർക്കളത്തിൽ നിൽക്കുന്നത് കണ്ട് ഇവനോട് കോപിച്ച് 1 സാമുവേൽ 17:8 അവിടെ ജ്യേഷ്ഠൻ അവനെ നോക്കി പറയുന്ന ഒരു വാക്ക് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നീ എന്തിന് പോർക്കളത്തിൽ വന്ന്? ആട് മേയ്ക്കുവാൻ അധികാരപ്പെടുത്തപ്പെട്ട നീ പോർക്കളവുമായി നിനക്ക് ബന്ധമെന്താണ്? ദാവീദ്, നീ പട കാണാനാണോ വന്നത്? ഇതാണ് സ്വന്തം ഉടമ്പുറപ്പ് അവനിട്ട അതിർത്തി. സ്വന്തം അപ്പൻ അവനിട്ട അതിർത്തി ആടുമേയ്ക്കുന്നവൻ. ജ്യേഷ്ഠനിട്ട അതിർത്തി ഇവൻ പട കാണാൻ വന്നവൻ. എന്റെ ദൈവത്തിന് അവന്റെ അതിർത്തികളൊക്കെയും പൊളിച്ചെഴുതി പട കാണാൻ വന്നവനെന്ന് സാക്ഷീകരിക്കപ്പെട്ട അവന് പല പടകൾ വിജയകരമായി നയിക്കുവാനുള്ള ബലവും കഴിവും തന്ന അവന്റെ അതിർത്തി വിശാലമായി പൊളിച്ചെഴുതി. നടന്ന യുദ്ധങ്ങൾ വിക്കിപീഡിയാവിൽ നീ അന്വേഷിക്കണം. തുടരെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 9 മേജർ വാർ, 9 മേജർ വാർ, വലിയ യുദ്ധങ്ങൾ നയിച്ച് ഒന്നിലും ലാസ്റ്റ് ആകാതെ പരാജയപ്പെടാതെ 9 യുദ്ധങ്ങളിലും തുടരെ ജയിച്ച ഏക ചക്രവർത്തി അന്ന് മുതൽ ഇന്ന് വരെ ഉള്ള ചരിത്രം എടുത്താൽ അത് ദാവീദ് മാത്രമാണ്. ആമേൻ. ദാവീദിന്റെ ദൈവം വലിയവൻ. God extended his boundary. The Bible says God enlarged the boundary. ദാവീദ് മരിക്കുന്നത് വരെ അവന്റെ നമ്പർ 1 ശത്രുക്കൾ അമോരിയർ. 2 സാമുവേൽ 8:6 ദാവീദിന്റെ കാൽക്കൽ കൊണ്ടുവന്ന് കപ്പം കാഴ്ചവെക്കും. അത്ര വിജയം ദാവീദിന് ദൈവം നൽകി. എങ്ങനെ അവന്റെ അതിർ വിശാലമായി? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവൻ വെറുതെ അല്ല. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സങ്കീർത്തനം 5:3 തന്നെ ഒരുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നത് പഞ്ചായത്ത് മെമ്പറോടല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് മഹാശക്തനായ ദൈവത്തോട്. The Bible says David himself prepared himself and prayed in the morning. സങ്കീർത്തനം 5:3
തന്നെ ഒരുക്കി ദൈവസന്നിധിയിൽ ദാവീദ് തന്നെ ഒരുക്കി അതിരാവിലെ പ്രാർത്ഥിപ്പാൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കും. അവന് അവന്റെ അതിരിന് അവന്റെ അതിർത്തിയെ ദൈവം വിശാലമാക്കി കൊടുത്ത് അവസാനം ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം നാം വായിക്കുന്ന പേര് ജേബസ് അല്ലെങ്കിൽ ജബസ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 വചനങ്ങൾ നമ്മ പഠിപ്പിക്കുന്ന. നന്നാ ശ്രദ്ധിക്കണമേ. അവൻ തന്റെ സഹോദരന്മാരെക്കാൾ ഈ ജേബസ് മാന്യനായിരുന്നിട്ടും അമ്മയ്ക്ക് ഇവൻ മാന്യനല്ല. എൻ്റെ അപ്പന് ഞങ്ങൾ 3 ആൺകുട്ടികളാണ്. അമ്മയ്ക്ക് ഇതുപോലെ തന്നെ എന്നോട് വലിയ മാന്യത ഒന്നുമില്ല. അവസാനം ഇവിടെ ശുശ്രൂഷ തുടങ്ങി. അമ്മ 10-60 കിലോമീറ്റർ വണ്ടി പിടിച്ച് 10-70 ആളുകളെ കൊണ്ടുവരും 2-ാം ശനിയാഴ്ച ആരാധനയിൽ. അവിടെ റോഡിൽ നിന്ന് പറയും, വാങ്ങോ വാങ്ങോ, അതാക്ക എന്നുடைய മകൻ. ആമേൻ. മാന്യത ഇല്ലാത്ത ആളുകളുടെ മുമ്പിൽ നിനക്ക് ഡബിൾ മാന്യത തരും. ആമേൻ, ആമേൻ. പറ്റിപ്പിടിച്ചിരിക്കണം. അവന് അറിയണം. എന്താണ് അറിവ്? ഏക സത്യ ദൈവമായ യഹോവയെയും അവന്റെ ഏക പുത്രൻ ക്രിസ്തുവിനെയും അറിയേണ്ട രീതിയിൽ അറിയുന്നതാണ് നിത്യജീവൻ. ആ അറിവ് എന്നാൽ ദൈവം നിന്നെ ഉയർത്തും. നിന്റെ അതിർത്തികൾ വിശാലമാകും. The Bible says Jabez mother screamed. സ്വന്തം അമ്മ വിലപിച്ച്, ഞാൻ പ്രസവിച്ചവനാണ് നീ, പക്ഷെ നീ എനിക്കൊരു വിസനം. എന്റെ മറ്റ മക്കളെ പോലല്ല, നീ എനിക്കൊരു വിസനം തീർക്കുവാൻ ഏത് മന്ത്രിയുടെ അടുക്കൽ അവൻ പോയി, ഏത് പുണ്യവാളന്റെ അടുക്കൽ പോയി? അവൻ പോയത് ദൈവസന്നിധിയിൽ. He screamed. Jabez screamed. ദൈവസന്നിധിയിൽ കരഞ്ഞ് അപേക്ഷിച്ച്, enlarge my boundary. എന്റെ അമ്മയ്ക്ക് ഞാൻ വിസനം. എന്റെ സഹോദരന്മാരുടെ മുമ്പിൽ ഞാൻ മാന്യനല്ല, ഞാനൊരു വിസനം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 വചനങ്ങളിൽ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവത്തോട് ജേബസ് അപേക്ഷിച്ചു. ആമേൻ, ആമേൻ. എലീശ അവന്റെ അതിരുകൾ വിശാലമാകുവാൻ ദൈവത്തെ അറിഞ്ഞ് അവന് ദൈവം ഉത്തരം നൽകി അവനെ ഉയർത്തി. ദാവീദോ ദീഷ്ണൻ. ദൈവം കൊടുത്ത കാര്യത്തിലും അപ്പൻ കൊടുത്ത കാര്യത്തിലും പട്ടാളം നൽകിയ കാര്യത്തിലും അവൻ ദീഷ്ണൻ, ജലസ്, ഡിവോട്ട്. ദീഷ്ണൻ അതിരാവിലെ ഉണർന്ന് തന്നെ ഒരുക്കും, തൻ്റെ ഹൃദയത്തെ ഒരുക്കും. അവൻ്റെ അതിർദൈവം വിശാലമാക്കി കൊടുത്തു. യാക്കോബോ മാനസാന്തരപ്പെട്ട് എത്തൻ ഭക്തനായി അവൻ്റെ അതിര് വിശാലമായി. ജേബസ് അമ്മ പ്രതികൂലമായി ഇവനെ ക്രൂശിച്ചിട്ടും യഹോവ ദൈവത്തിൻ്റെ പാദം അവൻ പിടിച്ച് കരഞ്ഞ്. The Bible says Jabez asked. ഒരു ദൈവവേലക്കാരനെ നീ വിശ്വസിക്കരുത്. നീ വിശ്വസിക്കേണ്ടത് ദൈവത്തെ മാത്രം. അവനോട് ചോദിക്കുക. സങ്കീർത്തനം 2:8 നീ അവനോട് ചോദിച്ചാൽ
ദൈവം നിനക്ക് ഭൂമിയുടെ അറ്റങ്ങള് അവകാശമായി തരും. ആമേൻ, ആമേൻ, ആമേൻ. ഒരു ലിങ്സ് ഇല്ലാത്ത സുന്ദർ സിംഗ്, ഒരു ലിങ്സ് ഭൂമിയിൽ ഇല്ലാത്തവൻ ഇന്ന് 1 ഏക്കർ ഭൂമിയിൽ പ്രാർത്ഥന നടത്തുന്നു. അവനോട് ചോദിക്കുക, അവനോട് ചോദിക്കുക. അവൻ ഭൂമിയുടെ അതിർത്തികള് നിനക്ക് കൈവശം, കൈവശം, യുവർ പൊസഷൻ, നീ കൈവശമാക്കും. ഇവൻ അതിർത്തി വിശാലമാക്കണമേ എന്ന് ദൈവത്തോട് ചോദിച്ചു. നിങ്ങൾക്കൊരു രഹസ്യം അറിയാമോ? 1 ദിനവൃത്താന്തം 2-ാം അധ്യായം 55-ാം വചനത്തിൽ അവന്റെ പേരിൽ ഒരു പട്ടണം അന്ന് തന്നെ നിലവിൽ വന്ന്, ആ പട്ടണത്തിന്റെ പേര് ജേബസ്. 1 ദിനവൃത്താന്തം 2:55-ാം വചനത്തിൽ അവന്റെ പേരിൽ ഒരു പട്ടണം ഉരുവായി. അതിർത്തികളെ പൊളിച്ചെഴുതി എൽഗകളെ നിനക്ക് കൈവശമാക്കുവാൻ സ്വന്തമായി തരുന്ന ദൈവം, ആ ദൈവം ഇന്നും ജീവനോടിരിപ്പുണ്ട്. ചോദിക്കുക, ആസ്ക് ഹിം, ആസ്ക് ഹിം, ആസ്ക്. എലീഷ ചോദിച്ചു, വാട്ട് ഡു യു വാണ്ട്? 2 രാജാക്കന്മാർ 2-ൽ 4-ൽ 6-ൽ 8-ൽ വീണ്ടും വീണ്ടും എലീജ ചോദിക്കും, വാട്ട് ഡു യു വാണ്ട് യങ് മാൻ? യുവാവേ, നിനക്ക് എന്ത് വേണം? അവൻ ചോദിച്ചു, മാസ്റ്റർ, അങ്ങയിൽ നിറഞ്ഞു നിൽക്കുന്ന അഗ്നി അഭിഷേക തീയുടെ 2 പങ്ക് എനിക്ക് വേണം. അവൻ അപേക്ഷിച്ചു. അതിന്റെ നിറവുമായി ഇവൻ ഒറ്റയ്ക്ക് ജോർദാന്റെ കരയിൽ നിൽക്കുന്നു. എലീജ പ്രവാചകന്റെ അടുക്കൽ നിന്ന് വീണ പുതപ്പുത്തന്റെ കയ്യിലെടുത്ത് വീണ്ടും ചോദിച്ചു, where is my God? Where is my God? 2 രാജാക്കന്മാർ 2:14 എന്റെ ദൈവം എവിടെ? എലീജാവിന്റെ എന്റെ ദൈവം എവിടെ? ദൈവം ഇറങ്ങി വന്ന് ജോർദാനെ 2ആയി പിളർന്നു കൊടുത്ത് ചോദിക്കുക, ദൈവത്തോട് ചോദിക്കുക, ദൈവത്തോട് അപേക്ഷിക്കുക. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, എല്ലാം ഒന്നൊന്നായി നഷ്ടമായ ഭക്തൻ യോബ് ദൈവത്തോട് ചോദിച്ച്, അങ്ങ് എവിടെയാണ്? അങ്ങ് എവിടെയാണ്? യോബ് 23:3 where is my God? അങ്ങാണല്ലോ സാക്ഷീകരിക്കുന്നത്. യോബ് നീ നീതിമാൻ, യോബ് നീ നിഷ്കളങ്കൻ, യോബ് നീ ദോഷമിട്ട് അകന്ന് ജീവിച്ചവന് അങ്ങനെ സാക്ഷി പറഞ്ഞ എന്റെ ദൈവം എവിടെ? അവൻ അപേക്ഷിച്ചു. യോബ് 23:3 അപ്പോൾ അവൻ ദൈവത്തെ കണ്ട്. ആമേൻ. അവൻ കേട്ടിട്ടേ ഉള്ളു, ഈ ദൈവം ആരെന്ന് കേട്ടിട്ടേ ഉള്ളു. യോബ് 42:5-6 കേട്ടിട്ട് ഉണ്ടായിരുന്ന ദൈവത്തെ അന്ന് അവൻ കണ്ട്. ആമേൻ, ഹല്ലേലൂയ. ക്ഷയിച്ചു ശത്രുക്കളുടെ വായിൽ അകപ്പെട്ട് യങ് മാൻ ഗിദിയോൻ ഒരു നീക്ക് പോക്കില്ലാതെ, അടുത്ത നാൾ എന്ത് സംഭവിക്കുമെന്ന് ഉറപ്പില്ലാതെ ഗിദിയോൻ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നു. ന്യായാധിപന്മാർ പുസ്തകം 6-ാം അധ്യായം 13-ാം വചനം നമ്മ പഠിപ്പിക്കുന്നു, ഞങ്ങളോട് ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞിട്ടുള്ള സ്വർഗത്തിലെ പിതാവാം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇന്ന് എവിടെ? ഇന്ന് എവിടെ? എന്റെ ദൈവം ഇന്ന് എവിടെ? അന്ന് ദാവീദിൽ പ്രവർത്തിച്ചല്ലോ, അന്ന് യോബുവിൽ പ്രവർത്തിച്ചല്ലോ, അന്ന് ആബ്രഹാമിൽ പ്രവർത്തിച്ചല്ലോ, അന്ന് തന്റെ സന്നദ്ധിയിൽ പറ്റിയിരുന്നവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചല്ലോ. ഇന്ന് ആ ദൈവം എവിടെ? അവൻ ഇറങ്ങി വന്ന്
അവൻ ഗിദിയോനെ ശക്തീകരിച്ച്, യോബുവിനെ ശക്തീകരിച്ച്. കേൾവി മാത്രമേ യോബുവിന് ഉണ്ടായിരുന്നു. അവൻ അന്ന് ദൈവത്തെ കണ്ട് എലിശയിൽ രട്ടിപ്പ അഭിഷേകം പകർന്ന്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ദാവീദും ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നു. 1 സാമുവേൽ 30-ാം അധ്യായത്തിൽ എല്ലാം തീർന്ന് തരിപ്പണമായി ഒരു പുഷ്പം മാത്രം ഭാര്യയെ കണ്ടില്ല. പെൺകുട്ടികളെ ശത്രുക്കൾ കിഡ്നാപ്പ് ചെയ്ത് കൂടെ നിന്ന ആളുകൾ, സഹായികൾ ദാവീദിനെ തീർത്ത് കെട്ടുവാൻ കല്ലെടുത്ത്. അവന് മനസ്സിലായി എല്ലാം മായ, എല്ലാം മായ. മായയേ ഇല്ലാത്ത ഒരു സത്യവാൻ ഉണ്ട്. അവന്റെ പേരാണ് ദൈവം. ഞാൻ അവന്റെ അടുക്കൽ പോകും, ഞാൻ അവനോട് അപേക്ഷിക്കും. ജേബേസ് അപേക്ഷിച്ചതുപോലെ, എലിശ അപേക്ഷിച്ചതുപോലെ, യോബ് അപേക്ഷിച്ചതുപോലെ, ചെറുപ്പക്കാരൻ ഗിദിയോൻ അപേക്ഷിച്ചതുപോലെ. What should I do? 1 സാമുവേൽ 30:8 8 മുതൽ 18 വരെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദാവീദ് ചോദിക്കുന്നു, should I pursue the troop that attacked me? Should I pursue the troop that demolished my palace? Should I pursue the troop which kidnapped my kith and kin? എന്റെ രക്തങ്ങളെ കടത്തിക്കൊണ്ടുപോയ പട്ടാളത്തെ ഞാൻ പിന്തുടരണമോ? കർത്താവിന്റെ മറുപടി, ഗോ ഗോ, pursue, strike and you will recover. ദാവീദേ, മടിച്ചു നിൽക്കരുത്, പോകാം, പിന്തുടരുക, ശത്രുവിനെ അടിക്കുക, നഷ്ടപ്പെട്ടതിനെ വീണ്ടുകൊള്ളുക. അതിർത്തി വിശാലമാകും.